ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. യാതൊരു ആർട്ടിഫിഷ്യൽ കളേഴ്സും ആഡ് ചെയ്യാത്ത ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് പാൻ റെഡിയാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. നമുക്കൊരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുക്കാം. അത് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ട തൈരായാലും കുഴപ്പമൊന്നുമില്ല, അത് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1 മുട്ടയും 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയുടെ സഹായത്തിൽ ഒന്ന് അരിച്ചെടുക്കുക. ഏതെങ്കിലും ബീട്രൂട്ട് എന്തെങ്കിലും കടിയാത്തതുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒന്നും കൂടി അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ആരും ഇട്ട് കൊടുക്കരുത്. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടകൾ പിടിക്കും. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനിടാം. ഞാൻ ഇവിടെ 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എനിക്കൊരു കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ 40-45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റായ ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായി ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മാത്രം മതി. ഇതൊരു റെഡിഷ് ബ്രൗൺ കളറിലാണ് നമുക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നാച്ചുറൽ കളറിങ് ആയ കാരണം കൊണ്ടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യാത്ത കാരണം നല്ല ഷാർപ്പ് റെഡായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ 2 ലെയർ ഐസിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. കേക്കിലേക്കുള്ള ഐസിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡും പിന്നെ മീഡിയം സ്പീഡും അത് പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റി ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഹൈ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് കട്ടിയാവാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മൾ ഹൈ സ്പീഡിൽ നിന്ന് മീഡിയം സ്പീഡിലേക്ക് മാറ്റി ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാകം അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മൾ ആ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രീം ഒന്ന് പൊക്കി നിർത്തി നോക്കുക. പൊങ്ങി നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ബീറ്റിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ 1-2 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊക്കി നിർത്തി നോക്കുക. നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളറിങ് കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് റെഡ് ജെൽ കളർ ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചധികം കളർ നമ്മൾ ആഡ് ചെയ്യണം. കാരണം റെഡ് കളർ വൈറ്റായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പിങ്ക് കളറാണ് കിട്ടുക. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടണമെങ്കിൽ അത്യാവശ്യം കുറച്ച് കളർ നമ്മൾ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് റെഡ് കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം.
ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 കപ്പ് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് പുരട്ടി കൊടുക്കാം. ഇനി കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ആ ക്രീം ചീസ് പുരട്ടുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ക്രീം ചീസ് പുരട്ടി കൊടുക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി പ്യൂരീസും വേണമെങ്കിൽ ഒരു ലെയർ പോലെ ഇതിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഈ 2 ലെയറും ഇതിൽ കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിനുശേഷം മുകളിലത്തെ ലെയർ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്നത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കളർ ആഡ് ചെയ്ത് മാറ്റി വെച്ച പൈപ്പിംഗ് ബാഗ്സ് എടുത്ത് ജസ്റ്റ് ഒന്നൊരു ഫ്ലവർ ഇതിന് മുകളിൽ വരച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നാച്ചുറൽ കളറിങ് ആയ കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഷാർപ്പ് റെഡ് ആയിട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. ബീട്രൂട്ട് വെച്ചാണ് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് കഴിക്കുമ്പോൾ അത് അറിയാൻ പോലും ചെയ്യില്ല. അത്രയും നല്ലൊരു ടേസ്റ്റുള്ള സോഫ്റ്റ് കേക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.